അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈനൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായ ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള 2-3 വീഡിയോകളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വരിക. ഒരുപക്ഷെ പലർക്കും ഇത് ദഹിച്ചു കൊള്ളണമെന്നില്ല. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമന്റിൽ കൂടെ രേഖപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, നാം ഇന്ന് എവിടെ ചെന്ന് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് യാചന. ജീവിതത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി വ്യത്യസ്തങ്ങളായ പല ജോലികളും ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആരോഗ്യം ഉണ്ടായിട്ടും അധ്വാനിക്കാൻ തയ്യാറാവുകയോ തൊഴിലെടുക്കാൻ തയ്യാറാവുകയോ ചെയ്യാതെ അന്യന്റെ മുമ്പിലേക്ക് പോയി യാതൊരു ലജ്ജയും കൂടാതെ കൈനീട്ടി യാചിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ വീടുകളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് യാചിക്കുന്നവരെ കാണാം. അതുപോലെ നാം യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ നമുക്ക് യാചകന്മാരെ ധാരാളം കാണാം. ട്രെയിനുകളിൽ നമുക്ക് യാചകന്മാരെ കാണാം. അതുപോലെ പള്ളിക്ക് ഉള്ളിൽ യാചകന്മാരെ കാണാം. പള്ളിയുടെ പുറത്ത് യാചകന്മാരെ കാണാം. അതുപോലെ ആഘോഷ സ്ഥലങ്ങളിൽ ധാരാളം യാചകന്മാരെ നമുക്ക് കാണാം. ഇവിടങ്ങളിലൊക്കെ ചെറിയ മക്കൾ ഉൾപ്പെടെ യാചന ഒരു തൊഴിലാക്കി മാറ്റിയതായിട്ട് നമുക്ക് കാണാം. ഇസ്ലാം എന്താണ് യാചനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന് ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന, ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, ഉപജീവന മാർഗം കണ്ടെത്താൻ വേണ്ടി മറ്റൊരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്ത, ആരോഗ്യമില്ലാത്ത ആളുകൾക്ക് മറ്റുള്ളവരോട് സാമ്പത്തിക സഹായം ചോദിക്കാം. അതുപോലെ വലിയ കടബാധ്യതയുള്ള, മറ്റൊരു വഴിയുമില്ലാത്ത ദരിദ്രന്മാർ, അവർക്കും മറ്റുള്ളവരോട് സാമ്പത്തിക സഹായം ചോദിക്കാം എന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും ഉള്ള നിർബന്ധിത സാഹചര്യം ഇല്ലാത്ത ഒരാൾ, അയാൾ യാചിക്കുന്നതിലൂടെ അയാൾ സമ്പാദിച്ചു കൂട്ടുന്നത് നരകത്തിലെ തീയാണെന്നാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അൻസാർ കുടുംബത്തിൽപ്പെട്ട ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ, എന്തെങ്കിലും തരണം. ആ സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ വീട്ടിൽ ഒന്നുമില്ലയോ? അയാൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു കരിമ്പിടവും വെള്ളം കുടിക്കുന്ന കോപ്പയും മാത്രമേ ഉള്ളൂ നബിയെ എന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് രണ്ടും എടുത്തു കൊണ്ടുവരാൻ കൽപ്പിക്കുകയും അയാൾ അത് കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ 2 ദിർഹമിന് ലേലത്തിൽ വിൽക്കുകയും ചെയ്തു. ശേഷം ആ 2 ദിർഹം അയാളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് 1 ദിർഹമിന് വീട്ടിലേക്ക് ആഹാര സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനും മറ്റൊരു ദിർഹമിന് ഒരു മഴു വാങ്ങാനും വേണ്ടി പറഞ്ഞു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ നബി തങ്ങൾ ആ മഴുവിന് ഒരു മരത്തിന്റെ പിടിയിട്ട് കൊടുത്ത്, നീ വിറക് വെട്ടിയിട്ട് ജീവിക്കണം, വിറക് വെട്ടിക്കൊണ്ടുവന്ന് വിറ്റുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞു. ഇനി 15 ദിവസത്തേക്ക് ഇങ്ങോട്ട് നിന്നെ കാണരുത് എന്നും പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് വിറക് കച്ചവടം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പിന്നീട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹം 10 ദിർഹം സമ്പാദിച്ചിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, യാചന
അന്ത്യദിനത്തിൽ നിന്റെ മുഖം വികൃതമാകുന്ന അടയാളമായി വരുന്നതിനേക്കാൾ നിനക്ക് ഇതാണ് ഉത്തമം എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാചനയുടെ പര്യവസാനം എത്ര ഭയാനകമാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ആ മനുഷ്യനോട് ജോലി ചെയ്ത് ജീവിക്കാനുള്ള വഴി കണ്ടെത്താൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ 3 വിഭാഗം ആളുകൾക്ക് മാത്രമാണ് മറ്റുള്ളവരോട് സാമ്പത്തിക സഹായം ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം നൽകിയിട്ടുള്ളത്. അതിലൊന്നാമത്തെ വിഭാഗം 2 പേർക്കിടയിൽ പ്രശ്ന പരിഹാരത്തിന്റെ ഭാഗമായിട്ട് കടബാധ്യത ഏറ്റെടുത്ത ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ആ കടബാധ്യത തീരുന്നത് വരെ മറ്റുള്ളവരോട് സാമ്പത്തിക സഹായം ചോദിക്കാം. മറ്റൊരു വിഭാഗം പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടുകൊണ്ട് അവരുടെ മുഴുവൻ സ്വത്തുക്കളും നഷ്ടപ്പെട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് അവരുടെ ജീവിതോപാധി ലഭിക്കുന്നത് വരെ മറ്റുള്ളവരോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെടാം. മൂന്നാമത്തെ വിഭാഗം വളരെ അധികം ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന, മറ്റ് ജോലികളൊന്നും ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് മറ്റുള്ളവരോട് സാമ്പത്തിക സഹായം ചോദിക്കാം. എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ല, അയാൾക്ക് ജോലി ചെയ്യാനുള്ള കഴിവില്ല, അങ്ങനെയുള്ള കഷ്ടപ്പെടുന്ന ദാരിദ്ര്യമുള്ള ആളുകൾക്ക് മറ്റുള്ളവരോട് സാമ്പത്തിക സഹായം ചോദിക്കാം. ഈ ഗണങ്ങളിലൊന്നും പെടാത്ത ആളുകൾക്ക് മറ്റുള്ളവരോട് സാമ്പത്തിക സഹായം ചോദിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം യാചനയെ അങ്ങേ അറ്റം വെറുക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. കാരണം എന്താണെന്ന് നാം അറിയണം. ഏതൊരു സമൂഹത്തിനും വ്യക്തിക്കും യാചന കൊണ്ട് ദുഷ്പേര് ഉണ്ടാകുന്നുണ്ട്. അവരുടെ അന്തസ്സിന് കോട്ടം സംഭവിക്കുന്നുണ്ട്, അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നുണ്ട്. നിരന്തരം ജനങ്ങളുടെ മുമ്പിൽ യാചിച്ചു കൊണ്ടിരുന്നാൽ പുനർജന്മനാളിൽ മാംസമില്ലാത്ത മുഖവുമായാണ് അവർ വരിക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. നാം കാണുന്ന യാചകന്മാരിൽ ഏറ്റവും കൂടുതൽ ആരെയാണ് കാണുന്നത്? യാചകർ അനുകരിക്കുന്ന വേഷം ആരുടേതാണ്? ഇതെല്ലാം നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് യാചനക്ക് പിന്തുണ നൽകുന്നവർ ആരാണ്, കൂടുതലും യാചനക്ക് ചുക്കാൻ പിടിക്കുന്നത് ആരാണ് എന്ന് തുടങ്ങി യാചനയുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ അടുത്ത വീഡിയോയിൽ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്യന്റെ മുമ്പിൽ കൈനീട്ടാനുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാതെ ഇസ്സത്തോടെ ജീവിച്ച് അന്തസ്സോടെ ഈമാനോടെ പരിപൂർണ ഈമാൻ കാമിലായി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. മരിക്കുന്നത് വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടുന്ന അവസ്ഥ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ആർക്കും അല്ലാഹു നൽകാതിരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിഷയങ്ങൾ പറയും. യാചന നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് തുടച്ചു നീക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ തുടർന്നുള്ള വീഡിയോകളിൽ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.